ഹായ് മൈറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പൊന്നുമല്ല, ജസ്റ്റ് ഒരു ഡ്രൈവാണ്. ഇന്ന് വീക്കെൻഡാണ്. അപ്പം സാറ്റർഡേ സൺഡേ എനിക്ക് ഓഫാണ്. അപ്പം റൂമിലിരുന്ന് ബോറടി ആയിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ഡ്രൈവിന് പോകാൻ വെച്ചു. അപ്പോൾ ഒരു വീഡിയോ ആക്കാന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പം എങ്ങോട്ടാണ് പോകുന്നതൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവുക. ഇതാണ് ഓസ്ട്രേലിയയിലെ ഒരു ഹൈവേ ആണ്. ഇത് ഫുള്ള് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലം പോലെയാണ്. ഫുള്ള് ഇങ്ങനെ ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡും. ഇടയ്ക്കിടയ്ക്ക് കങ്കാരു റോഡിലേക്ക് ചാടും. അപ്പം ചുമ്മാ ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു പ്രത്യേക പ്ലാനിങ് കാര്യങ്ങളൊന്നുമില്ല. എവിടെയിലേക്ക് നിർത്തുക, ഫുഡൊക്കെ കഴിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിയർ ബൈ സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് വിസിറ്റ് ചെയ്യുക. അതാണ് ഇപ്പം ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. ഈ റോഡ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിൽ നിന്ന് നൈസ് റോഡ് വഴി നാട്ടിലേക്ക് വരില്ല. അപ്പം ഞാൻ മോസ്റ്റ്ലി കുറേ നാൾ ബാംഗ്ലൂരായിരുന്നുകൊണ്ട് എപ്പോഴും വീക്കെൻഡ് അല്ലെങ്കിൽ ഓഫറിൽ കിട്ടുമ്പോൾ നാട്ടിലേക്ക് വണ്ടി എടുത്ത് പോകും. അതേപോലെ ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. പിന്നെ നാട്ടിൽ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും. പിന്നെ നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടാണ്, പക്ഷേ ഇവിടെ വിൻഡർ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് വിൻഡർ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. എന്താ പറയുക, കാണാൻ മാത്രമൊന്നുമില്ല. കുറേ ഒരു കാട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു റോഡിങ് ഇങ്ങനെ കിലോമീറ്ററോളം കിടക്കും. പിന്നെ ഇവിടെ പിന്നെ അത്യാവശ്യം വണ്ടികളുള്ള റോഡാണ്. മീൻസ് നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ കാണാം. പിന്നെ ചില ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് എങ്ങാനും വേറൊരു വണ്ടി കണ്ടാലായി. പക്ഷേ ഈ ഹൈവേ ഇഷ്ടംപോലെ അത്യാവശ്യം വണ്ടി ഉള്ള ഒരു ഹൈവേ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു വോളംഗോങ് ആ ഹൈവേ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വിചാരിച്ച് ചിലപ്പോൾ ഒന്ന് ക്യാൻബറ, ഇന്ന് ആൻസാക് ഡേ ആണ്. പിന്നെ ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡിൻ്റെ ഒരു പബ്ലിക് ഹോളിഡേയും കൂടിയാണ് ഇന്ന് ആൻസാക് ഡേ. അപ്പോൾ ചിലപ്പോൾ ക്യാൻബറയാണ് മെയിൻ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. കുറേ പേരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സിഡ്നിയാണ്. പക്ഷേ എനിക്ക് സിഡ്നി അല്ല. ചിലർ വിചാരിക്കും മെൽബൺ ആണ്. എനിക്ക് മെൽബണും അല്ല. ഇപ്പോൾ ഓസ്ട്രേലിയ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ക്യാൻബറയാണ്. വേറെ ക്യാൻബറയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത്. മെയിൻ അത് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാൻബറ ഒന്ന് പോയിട്ട് എന്താ പാർലമെൻറ്റൊക്കെ ഞാൻ ഓൾറെഡി കണ്ടതാണ്. പാർലമെൻറ്റിൽ ജസ്റ്റ് എല്ലാം കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ പോകും, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, തിരിച്ചു വരും. ഇതാണ് പ്ലാൻ ഇന്നത്തെ. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇതാണ് അവസ്ഥ ഓസ്ട്രേലിയയിൽ. ആൾക്കാർ വിചാരിക്കും ഫുള്ള് എന്താ ബിൽഡിങ്ങുകളും ഭയങ്കര ഡെവലപ്മെൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ സിറ്റികളിൽ മാത്രമാണ് അങ്ങനെ ഭയങ്കര ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് പോകുമ്പോഴത്തേനും ഫുള്ള് ഇവർ ഭയങ്കര നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഇനി എവിടെ അടുത്ത സ്പോട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് എന്തായാലും നോക്കണം. മാപ്പിൽ എന്തെങ്കിലും കാണാൻ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ നിർത്തി സ്ഥലമൊക്കെ കണ്ടിട്ട് പോകും. അങ്ങനെ 110 എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈവേ ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ചുമ്മാ വണ്ടി ഇങ്ങനെ പോയിസിലൂടെ പോവുക, അതൊക്കെയാണ് പരിപാടി. ഇങ്ങനെ നീണ്ടു ബോറിംഗ് ആയി. എവിടെയെങ്കിലും എക്സിറ്റ് അടിച്ച് എവിടെയെങ്കിലും ജസ്റ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എക്സിറ്റിന് വേണ്ടി നോക്കുകയാണ്. ഇവിടുത്തെ എക്സിറ്റിൽ ഇനി 22 കിലോമീറ്റർ കഴിഞ്ഞാണ് ഒരു എക്സിറ്റ് കാണുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ നേരെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ആണ് അവസ്ഥ. പിന്നെ ആകുളം വരെ എല്ലാവരും 30-40 കിലോമീറ്ററിൽ തന്നെ എല്ലായിടത്തും സർവോ സ്റ്റേഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ മാഗസും റീചാർജ് എന്നതൊക്കെ വരുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അത് പോകുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടൊരു റൈറ്റ് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് എക്സിറ്റ് അടിക്കാൻ വിചാരിച്ചു. അവിടെ പോയി നമുക്ക് എന്താ സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ ഇതേപോലെ ചുമ്മാ ഡ്രൈവ് ആണെങ്കിൽ ഓൾറെഡി വെയിലാകണം. കുറച്ചുകൂടി പോയി നോക്കാം. അങ്ങനെ ഇവിടെ ഒരു ചർച്ച് ഉണ്ടെന്ന് കാണിച്ചായിരുന്നു. ഭയങ്കര ഫേമസ് ഒരു ചർച്ചായിട്ട് കാണിക്കുന്നത്. അവിടെ ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ എൻട്രി. ഭയങ്കര ഇത് പെൻറോസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഭയങ്കര ഇവിടുത്തെ ഭയങ്കര ഫേമസ് ഒരു ചർച്ചായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് കയറി പോകാൻ. ഇതാണ് ചർച്ചിലേക്കുള്ള റോഡാണിത്. അടിപൊളിയായിട്ട് ഏതാണ് ചർച്ച് കണ്ടുപിടിക്കുന്നത്. ചർച്ച് അറിയില്ല. ഫസ്റ്റ് പാർക്കിംഗ് നോക്കാം. പാർക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കും. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകണം കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ
കാണാൻ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇപ്പം ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പം അതിൻ്റെ ആരംഭമായിട്ട് ഇവിടെ ഇലയൊക്കെ ഇങ്ങനെ കളറും മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫുള്ളെടുത്ത് ഇത് തന്നെയാണ്. ഇതാണ് ചർച്ച്. ഇപ്പോൾ ചർച്ചിൻ്റെ അവിടെ കയറി നോക്കാം എങ്ങനെയുണ്ട്. ഇത് ഭയങ്കര ഫേമസ് ചർച്ചാണ് ഇവിടുത്തെ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോഴാണ് കണ്ടത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ചർച്ചാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറി നോക്കാം. ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇവിടെ മാസം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നുണ്ട്. ജസ്റ്റ് കയറി നോക്കാം. ഇതിലെ എൻട്രി നോ ഐഡിയ. ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്പോട്ടാണിത്. പാർക്കോലാക്കിയിട്ടുണ്ട്. ഇതാണ് ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗം. അതിൻ്റെ മാസം നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാരും കയറുന്ന കാണുന്നില്ല. മാസം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പൈസ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മെഷീൻസ് ഉണ്ട്. ഈ മെഷീനിൽ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക കാർഡ്. അല്ലെങ്കിൽ മൊബൈലിൽ ആപ്പിൾ പേയും സപ്പോർട്ടറാണ് കേട്ടോ. അപ്പം നമുക്കിത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ചർച്ചിൻ്റെ ഔട്ട് സൈഡ്. ഇനി നമുക്ക് ഫുഡ് എന്തെങ്കിലും നോക്കാം, എന്നിട്ട് അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കണം. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴില്ലേ മലയാളം സോങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലായാലും ഒന്നെങ്കിൽ റേഡിയോ മാംഗോ അല്ലെങ്കിൽ ക്ലബ് FM ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ളവർക്കും ആ FM കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിലും റേഡിയോ മാംഗോ കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് റേഡിയോ മാംഗോയുടെ ഇതാണ്. ഇത് ഫ്രീ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു ആപ്പാണ്. നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ഈ FM എന്ന് പറഞ്ഞ ഒരു ആപ്പാണുള്ളത്. അതിനുശേഷം റേഡിയോ മാംഗോ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സൗണ്ട് കുറച്ചിട്ടിരിക്കുന്നതാണ്. ഇതാണ് റേഡിയോ മാംഗോ നമുക്ക് കിട്ടുക. അതിൽ ക്ലബ്ബും കണ്ടു. പക്ഷേ ക്ലബ്ബ് അത്ര എന്താ പറയുക ഫ്രീക്വൻ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അത് വേറെ സ്റ്റേഷനിൽ കയറി പിടിക്കുന്നുണ്ട്. പക്ഷേ റേഡിയോ മാംഗോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ആകുന്നുണ്ട് കേട്ടോ. അപ്പം ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ നാട്ടിലെ ഏതൊരു FM വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ ആപ്പിൽ നിന്ന് നമുക്ക് ഏത് FM വേണമെങ്കിലും നമുക്ക് കിട്ടും. ഇത് ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ റേഡിയോ സ്റ്റേഷൻസും നമുക്കിനകത്ത് കിട്ടും. കൺട്രി വൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനകത്ത് മേലെ ഓപ്ഷൻ ഉണ്ടാവും. കൺട്രി എടുക്കുക. പിന്നെ നമുക്ക് സ്റ്റേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഏത് FM വേണമെങ്കിൽ സ്റ്റേറ്റ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് ഡിസ്ട്രിക്ട് വൈസും ഉണ്ട്. നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലെ ഏത് FM വേണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്നവർക്ക് സ്പോട്ടിഫൈ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ തന്നെ ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയോ മാംഗോ കേൾക്കും. കാരണം വെച്ചാൽ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അപ്ഡേറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല വലിയ അപ്ഡേറ്റ് എന്നുള്ളത് നല്ല ചുമ്മാ രസം ഇങ്ങനെ കേട്ടോണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. FM റേഡിയോ എന്നാണ് അതിൻ്റെ ആപ്പിൻ്റെ പേര്. ഈ ഒരു സിമ്പിളാണുള്ളത്. പിന്നെ ഇപ്പം ഇവിടെ ഓസ്ട്രേലിയ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് വൈസ് ആണ് ഞാൻ പിന്നെ ഗൂഗിൾ മാപ്പിനെക്കാട്ടും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് കറക്റ്റ് നമുക്ക് എക്സിറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കറക്റ്റ് നമുക്ക് എന്താ പറയുക ആ ഒരു ലൈനൊക്കെ കാണിച്ചു തരും വൈസിൽ. അപ്പം നിങ്ങൾക്ക് ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ ഈ രണ്ട് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് റോഡിങ്ങനെ ചുമ്മാ കിടക്കാണ്. എന്താ പറയുക രണ്ട് സൈഡിലും കുറേ കാടുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ടൈം കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം ബോറടിക്കും. എനിക്ക് എന്താ പറയുക കാണുന്നവർക്കും ബോറടിക്കും, എടുക്കുന്നതിനും ബോറടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏകദേശം ക്യാൻബറ എത്തുമ്പോൾ ക്യാൻബറയിൽ ഏകദേശം സിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ക്യാൻബറ എത്തിയിട്ട് ക്യാൻബറ സിറ്റിയിലേക്ക് നമ്മൾ അവിടെ മുതൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുവരേക്കും പീസ് ആവും. എനിക്കൊരു ലേക്ക് കണ്ടതാണ്. ലേക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത അടിപൊളി വ്യൂ. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ ലേക്കിൻ്റെ വ്യൂ. രക്ഷയില്ല, അടിപൊളി ലേക്ക്. ഇവിടെ ചെറിയ റെസ്റ്റ് ഏരിയയും കൂടിയാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ അതിനൊക്കെ സ്പോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ലേക്ക്. അറിയില്ല, ഇവിടെ ഒരെണ്ണം കാണിക്കുന്നുണ്ട് ലേക്ക് ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണോ അതൊന്നും അറിയില്ല. പക്ഷെ അടിപൊളി വ്യൂ. അങ്ങനെ മണിക്കൂറുകളത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ NSW ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ AC ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. വെൽക്കം ടു ക്യാൻബറ. നമ്മളോട്
ഉള്ളത് ക്യാൻബറ സിറ്റിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്യാൻബറ, ഇതാണ് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പം സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളൂ. ഒരു 10 കിലോമീറ്റർ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യും. ഇതാണ് ക്യാപിറ്റൽ സ്ഥലം, അതായത് ഓസ്ട്രേലിയയിലെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ ഒന്നുമില്ല. ക്യാപിറ്റൽ സിറ്റി ക്യാൻബറയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ജിനോ ചേട്ടൻ്റെ അടുത്ത് പോകുന്നത്. ജിനോ ചേട്ടൻ അവിടെ വിളിച്ചു ചോദിച്ചു ഇവിടെ ഉണ്ടോ ഇല്ല, കോച്ച് പഠിച്ചത് ഫുഡിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡെല്ലാം ലഞ്ച് കഴിക്കാൻ ഓൾറെഡി 2 മണി കഴിഞ്ഞു, ലഞ്ചാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. ഞാനിവിടെ ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുമോ അറിയില്ല, വിൽസി ഇല്ലെങ്കിൽ വൈകുന്നേരം ടൗണിലേക്ക് പോകും. ക്യാൻബറ ടൗൺ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ടൗൺ ഒന്നുമല്ല. ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് സിഡ്നിയാണ്, രണ്ടാമത് മെൽബൺ സിറ്റി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ബ്രിസ്ബെയിനാണ്. നമ്മുടെ സിഡ്നിയിൽ പരാമട്ട അതിനെക്കാളും കുറച്ചും കൂടി വലിയൊരു സിറ്റിയാണ് ക്യാൻബറ എന്ന് പറഞ്ഞത്. ഇവിടെ കൂടുതൽ ഗവൺമെൻറ് ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ ജോലി കിട്ടാൻ കുറച്ച് സാധ്യത കുറവുള്ള സിറ്റിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് PR സിറ്റിസൺഷിപ്പ്, പിന്നെ N1 ക്ലിയറൻസ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് IT കമ്പനീസൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. SAP അങ്ങനെയുള്ള കുറച്ച് ക്യാമ്പിൽ കുറച്ച് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ക്യാൻബറയിലുണ്ട്. ഇപ്പം പതുക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. ഇതൊരു പ്ലാന്റ് സിറ്റിയാണ്. ഇതൊരു ഏരിയൽ വ്യൂ ആണ്, നല്ല അടിപൊളിയാണ്. പാർലമെൻറ്റിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ ഉണ്ട്. എൻ്റെ ഓൾറെഡി ഞാനൊരു പാർലമെൻറ്റിൽ പോയതിൻ്റെ പേര് ഇട്ടിട്ടുള്ളത് ഷോർട്ടാണ്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പറ്റിയെങ്കിൽ പാർലമെൻറ്റിൽ പോകും. ഇന്നിവിടെ ആൻസാക് ഡേ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, അങ്ങോട്ട് എൻട്രി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവരുടെ വീടെത്താനായി. ഇത് ഈ കാണുന്നില്ല, നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇതാണ് ക്യാൻബറ ഹോസ്പിറ്റൽ. ഇവിടുത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ വീട്. ഇപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ടാണ് നമ്മളിപ്പോൾ അവരുടെ വീട്ടിലെത്തും. സർപ്രൈസ് പൊട്ടിക്കാം. അവരിപ്പോൾ ഓൾറെഡി പൊട്ടിച്ച് അവരിപ്പോൾ താഴേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അവരുടെ സ്ഥലത്തേക്ക് അവരുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഓ, ഇവിടെ ഫുള്ള് ലീഫൊക്കെ ഫുള്ള് ഇതായല്ലോ. ഓ, ഇവിടെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവർ താമസിച്ച സ്ഥലം. നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു സ്പോട്ടുണ്ട്, ലാസ്റ്റിലിടാം. ഇങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അവരുടെ വീടിനോട് എത്തിയിരിക്കുകയാണ്. ഇറങ്ങാം. അവർ താമസിക്കുന്ന ഏരിയയാണ് ഫുള്ള്. മറ്റേ ഇവിടെ വിൻ്ററായെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസം. പിള്ളേരോട് പറഞ്ഞിട്ടില്ല, പിള്ളേർ വരുമായിരിക്കും, വിളിച്ചിട്ടുണ്ട്. കേടൻ നീ മെലിഞ്ഞു പോയല്ലപ്പടി. കുഞ്ഞന്തി അന്വേഷ അന്വേഷ് എന്തി കുഞ്ഞെന്നാ ഇതാരാ? നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? നീ എന്തിനാ ഇവിടെ തന്നെ ഫുൾ ടൈം? സ്ലീപ്പ് ഓവറിന് വന്നാണോ? നീ എന്തിനാ സ്ലീപ്പ് ഓവറിന് ഇവിടെ വീട്ടിൽ വന്നേ? ഓ, അടിപൊളി. കൊറേ മോളിൽ പോണോ? നിന്നോട് ആരാ പറഞ്ഞ കൊറേ മോളിൽ പോയി? വിളിച്ചോ? തുറന്നു സ്പെഷ്യലാ? ഫുള്ളായിട്ട് കരിക്കുന്നുണ്ടല്ലോ. കരിക്കുന്നുണ്ടല്ലോ. ഡ്രൈവ് ചെയ്യണോ? നീ ഡ്രൈവ് ചെയ്യോ? നീ സിഡ്നിക്ക് പോ. നമുക്ക് സിഡ്നിക്ക് പോ. നീ ഡ്രൈവ് ചെയ്യോ? എനിക്ക് ജസ്റ്റ് പാസ് ആയതാ. ആണോ? ടെസ്റ്റ് പാസ്സായോ? ഇവിടെ ഇനി ഇവിടെ കേട്ടിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞോട്ടെ. അവിടെ ഫുൾ ഡേ ഇവിടെ തന്നെയാ? ഇവിടെ വീട്ടിൽ പോകാറില്ല? ഇവിടെ വീട്ടിൽ പോകാൻ പറ. അവളെ എന്നെ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നു. എന്നെ പൊക്കോളം പറഞ്ഞോ? പറ അനൂസ് പറ. ഇവിടെ ആരും വരണ്ട, ഇങ്ങോട്ട് ആരും പറഞ്ഞു. ഇതാരാ? എങ്ങനെയുണ്ടാ? ഉള്ളോ? നല്ലതാണോ? വൈകുന്നേരമായി. അപ്പം വൈകുന്നേരം ജസ്റ്റ് ഇതിവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ട്രീസിൻ്റെ കളറെല്ലാം ചേഞ്ചായി കണ്ടില്ലേ?
ഇപ്പോൾ വിൻ്റർ ആകാൻ തുടങ്ങി. പിള്ളേരെ കൊണ്ട് ജസ്റ്റ് സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു സ്കൂളിൽ പോവാം, സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. എന്നെ കാണിക്കണോ? ഇതാ ഹായ്. ഇപ്പം സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാ കുഞ്ഞാണോ? കുഞ്ഞ് താഴെ വീഴൂല? ഇല്ല, നന്നാത്ത അടിപൊളി ആണോ? വാ ഇറക്കാം, ഇങ്ങോ വാ. താഴെ വീഴുന്നു. താഴെ വീഴും. വാ താഴെ വീഴും. ഇപ്പം ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ട് അവിടെ പോയി നോക്കാം. ഞാൻ ഓൾറെഡി പോയിട്ടുള്ളതാണ്. അപ്പം ജസ്റ്റ് ഇവന്മാർ പിള്ളേരെല്ലാം കൂടി സൈക്കിൾ ഔട്ടാണ് ഇവിടെ വൈകുന്നേരം ആയപ്പോഴത്തേന്. കുഞ്ഞേ ഹായ്. ഏടൻ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് കാണാം. ഇവന്മാരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ട്. ഇവിടെ വേറെ സൈക്കിൾ മറിഞ്ഞു കിടക്കുന്നത്. നടന്ന് ഇവരുടെ സ്കൂളിൻ്റെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ സ്കൂളിൻ്റെ ബാക്ക് സൈഡ്. അതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് ഇവർ സൈക്കിൾ ഓട്ടാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് പോകാം. ഇവർ ഇവൻ്റെ ഫ്രണ്ട്സുമാരെല്ലാം വിളിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വീട്ടിൽ കൂടെ പോയിട്ട് വിളിച്ച് കാറി പോകുന്നുണ്ട്, നാട്ടിൽ ചെയ്യുന്ന പോലെ. ഇതാണ് ഇവരുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഗ്യാരൻ പ്രൈമറി സ്കൂൾ. ഇത് പ്രൈമറി സ്കൂളാണ്. തീർച്ചയായിട്ടും ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. വെള്ളമൊന്നുമില്ല. ഇങ്ങനെ ഇത് സ്കൂളിൽ ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഇന്ന് വീക്ക് ഓഫ് അല്ലേ, സൺഡേ ആണ്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം. ഇതാണ് ആ കാണുന്ന ഹോസ്പിറ്റൽ. ഇതാണ് ഇവരുടെ ഗ്രൗണ്ട്. അവിടെ ഇപ്പം ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്, വലിയ ആൾക്കാർ. കുഞ്ഞിൻ്റെ ക്ലാസ് ഏതാ? കാണിച്ചാ? ഇവിടെ കാണാൻ പറ്റുമോ? എവിടെ? ഏത് വിൻഡോ? ഏത്? അവിടെ ആ കാണുന്ന ഡോറിലാണ് നിന്റെ ക്ലാസ്? എന്നിട്ട് അവിടെ 3 ക്ലാസ്സസ് ഉണ്ടോ? എന്റെ ക്ലാസ് ഏതാ? കാണാൻ പറ്റില്ല. ഉള്ളിൽ പോണോ? ഞാൻ ഇവിടെ സ്കൂളിൽ ടീച്ചർ അടിക്കുവോ? എന്റെ ടീച്ചറിന്റെ പേരെന്നാ? മിസ് കെയറോ? ഗ്ലെയറോ കെയറോ? CARE. നിനക്കറിയത്തില്ലേ? ക്ലാസ്സിൽ പഠിക്കുന്നേ? 2-ലോ? കുഞ്ഞോ? കിൻഡർഗാർഡൻ തന്നെ പഠിപ്പിക്കുന്നത് തന്നെ? കാക്കേ കൂടെ ഇവിടെ പാട്ടറിയോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല. നിന്നെ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്? പിന്നെ ഇംഗ്ലീഷാ പഠിക്കുന്നത്. മലയാളം അറിയത്തില്ല ടീച്ചറിന്? ടീച്ചർ പഠിപ്പിച്ച പാട്ട് ഏതോള്ള? പാട്ടൊക്കെ അറിയില്ല. കൂകിപ്പാകൻ തീവണ്ടി അറിയോ? ഗോൾഡോ? അല്ല, K-pop Dina Hundreds. പാടി. അവിടെ നിന്ന് പാടിയില്ല. അവിടെ പഠിച്ചോ? സോസേജ് വെച്ചു. സോസേജ് വെച്ചോ? എന്റെ ഇത് പഠിപ്പിച്ചോ? ABCD പഠിപ്പിച്ചോ? എന്നിട്ടോ? നീ പറ. ഓക്കെ, ഞാൻ മാത്സ് പഠിച്ചിട്ട് സയൻസ് പഠിച്ചു, റീഡിങ് പഠിച്ചു. പിന്നെ അറിയാവോ? അത് ഊണൊന്നുമില്ല. അതും അറിയത്തില്ല. ABCD അറിയാവോ? ABCD EFGHIJ ഒക്കെ ജോസിന്റെ സൈക്കിൾ എന്ത്? മറ്റേ ഇവളോ നന്നു എന്ത്? സൈക്കിളോ? മറ്റേ സൈക്കിളോ എന്ത്? മറ്റേ വീട്ടിൽ നിന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെന്തിനാ എനിക്ക്? ജോസിന് കൊടുക്ക്, മുട്ടായി കൊടുക്ക്. കിട്ടിയോ? കൂടുതലേ ഇത് ഞാനെന്റെ സ്കൂളിനെ പറ്റി. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എന്റെ സ്കൂളിനെ പറ്റി പറയും. അപ്പൊ അതാണ് എന്റെ സ്കൂള്.
അവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണെന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് സാധനം വരേണ്ട കുറെ പൊട്ടന്മാരുണ്ട്, എസ്പെഷ്യലി ഈ ആള് ഇവിടെ. പിന്നെ കുറെ മണ്ടിമാരുകളുണ്ട്, ഗേൾസ് പൊട്ടന്മാരുകള് ഒക്കെ ഉണ്ട്. അവർക്ക് ബ്രെയിൻ ഇല്ലാത്ത. നീ എന്തിനാ മണ്ടന്മാരുടെ സ്കൂളിൽ പഠിക്കുന്നേ? എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഈ സ്കൂളാണ് നല്ലത്. പിന്നെ അത് ഗിൽമോർ ക്ലാസ് സ്കൂളാണ്. ആണോ നല്ലത്, സിഡ്നി ആണോ നല്ലത്? എനിക്ക് ഒരു ചിലപ്പോ ഒരു സിഡ്നി ആണോ നല്ലത്? സിഡ്നി ഇഷ്ടപ്പെടാൻ കാരണം വാട്ടർ പാർക്ക് ഒക്കെ ഉണ്ട്, കുറെ പാർക്സ് ഉണ്ട്. ക്യാമറയില് അങ്ങനത്തെ വാട്ടർ പാർക്ക് അത്രയൊന്നും ഇല്ല. ആണോ? സത്യം. അപ്പം റെഡി, 1 2 3 go go. You said 1 2 3 and the fourth one you're supposed to say 4. You go. You say the fourth one as well. Hello guys, അപ്പൊ ഇന്ന് നമ്മള് എഗ് പപ്സ് ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മള് 3 പേരുണ്ട്. നമ്മൾ എഗ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി നമ്മള് ഇത് എഗ് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എഗ് ആണ്. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ എഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കോസ്കോന്ന് മേടിക്കുന്നതാണ്. ഇത് എല്ലാ ഷോപ്പിലും കിട്ടും. ഇത് പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റാണിത്. ഷീറ്റ് നമ്മൾ ആദ്യം 4ആയിട്ട് കണ്ടിക്കണം. ഇതുപോലെ കട്ട് ചെയ്യണം. ഇച്ചിരി ബലം വേണം, കാരണം ഫ്രോസൺ ആണ്. അതിനുശേഷം ഇത് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച കുറച്ച് മസാല കുറച്ച് എടുത്തിടുക. മുട്ട വെക്കുവാണ് കേട്ടോ. മുട്ട വെച്ചോ. അതിനുശേഷം ഈ ഷീറ്റ് ഇങ്ങോട്ട് വെക്കുക. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഇതിലേക്കും വെക്കുക. ഇങ്ങോട്ട് വെക്കുക. പിന്നെ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് വേറെ പ്ലേറ്റിലേക്ക് വെക്കുക കേട്ടോ. നമ്മളെല്ലാം ഫിനിഷ് ആക്കി 4 മൊത്തം ചെയ്ത് ഇനി നമ്മൾ മുട്ട തൂക്കാൻ തുടങ്ങുക. ഇത് നമ്മൾ ഓൾറെഡി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എഗ് എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു ഗാർണിഷ് ഇതില് ജസ്റ്റ് ആഡ് ചെയ്യണം. പക്ഷെ ആഡ് ചെയ്യില്ല, ഗാർണിഷ് ചെയ്യാണ് ചെയ്ത് കൊടുക്കാൻ. തൂത്ത് കൊടുക്കുക. ഞാൻ നെക്സ്റ്റ് വൺ ചെയ്യും. ബ്യൂട്ടിഫുൾ ചെയ്യേ. എന്നിട്ട് ഇത് നമ്മൾ ഓവനിൽ വെക്കുവാണ് ഇടുന്നത് കേട്ടോ. ഓവൻ അല്ലെ എയർ ഫ്രയർ. നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അതിൽ വെക്കുക. ഇത് കുറച്ച് സോഫ്റ്റ്നെസ്സും ആ ഒരു ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് 2 ഓക്കെ അല്ല, ഇത് 2 ഓക്കെ അല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ചെയ്യാൻ. എല്ലാവർക്കും സമയം മൊത്തം ചെയ്യും. എനിക്ക് അത് ജിതനങ്ങൾ മൊത്തം. ഇത് അല്ലൂസ് മൊത്തം, ഇത് ഞാൻ മൊത്തം, ഇത് ജിതനങ്ങൾ മൊത്തം. ഓക്കെ ഓക്കെ ഡീൽ ചെയ്യാൻ. സാർ നമ്മൾ റെഡിയാക്കിയ സാധനം നമ്മൾ എയർ ഫ്രയറിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ തന്നെ 160, ഒരു 10 to 15 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. അപ്പം നെനൂസ് എടുത്ത് വെച്ചേ. ഓരോന്നെടുത്ത് പതുക്കെ പതുക്കെ എടുത്ത് വെക്ക്. എടുത്ത് വെക്ക്. എടുത്ത് വെച്ചോ. ഞാൻ തരാം. നല്ല ടേസ്റ്റ് പോലെ പപ്സ. അതെ അതെ. ഇപ്പം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് ഇടയ്ക്കൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ആ എഗ്ഗ് ബീറ്റ് ചെയ്തില്ല, ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. മുട്ട പപ്സ് റെഡി ആകാൻ വേണ്ടിയിട്ട് 2 പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനി ജസ്റ്റ് 13 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ടില്ലേ, എഗ്ഗ് ബീറ്റ് ചെയ്ത സാധനം ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം അത് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കിയേ. പോസ് ചെയ്യും, പ്രസ് ചെയ്ത് ജസ്റ്റ് നോക്കാം ഏകദേശം എങ്ങനെയായിരുന്നു. വാവ്, കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടേൻ്റെ എഗ് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇങ്ങനത്തെ കളർ വരുന്നത്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പറഞ്ഞാൽ 99% ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഏകദേശം ഇത് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ അവസ്ഥ. അപ്പം ഇത് നല്ല കളർ വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ. ഇവിടെ ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് സ്ട്രേറ്റ് എടുക്കാതെ. ഏടാ റെഡിയാണോ?
പൊള്ളുന്ന കൈ പേടിയാ. ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്ത് ഇടുകയാണ്. ഇതാട്ടോ അവസ്ഥ ഇപ്പം എടുത്തത്. ഇങ്ങനെയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് കുറച്ച് കൂളായതിന് ശേഷം കഴിക്കാമെന്ന് വെച്ചു. ഭയങ്കര ചൂടായിപ്പോൾ ഉള്ളത്. ഏട്ടാണിപ്പോൾ കഴിക്കാൻ വേണോ? നല്ല ചൂടായിപ്പോൾ. കാണാൻ റെഡി ആയിട്ടുണ്ട്. 2 sisters, യു വാണ്ട് ടേസ്റ്റ്? ചൂടുണ്ടാവുക. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എന്തൊക്കെയാണ് കഴിക്കുന്നത്? പിസ്സ, പപ്സ്, എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചോ? അനുസേ ചൂടുണ്ടോ? അനുസേ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അയ്യാ, അത് ഓൾറെഡി കഴിച്ചു വെച്ചാ. ജസ്റ്റ് കഴിച്ചു നോക്കാം. കടയിൽ കിട്ടുന്ന പോലെ ഇങ്ങനെ പറയണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. കുഴപ്പമില്ല, നല്ലതുണ്ട്. കടയിൽ അതേ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ഇതുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. അനീസ് വേണോ? ഇവിടെ എല്ലാവരും പിള്ളേരെല്ലാം പിസ്സേൻ്റെ ആൾക്കാർ. അപ്പം നമുക്ക് ഇത് കഴിക്കാം. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിന് ഷീറ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ നമ്മൾ എഗ് കറി ഉണ്ടാക്കുന്ന മസാല ഉണ്ടാക്കുക, എഗ്ഗ് വെക്കുക, ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, എയർ ഫ്രയറിൽ വെക്കുക, അത്രേ ഉള്ളൂ. ഫുള്ള് ഗെയിം കളിക്കാം. റെഡി ആയിട്ടുണ്ട്. വാ എന്നതാണ് കഥ കളിക്കുന്നത്? ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണം. കൊടല് മറിയൂടാ, കഴിഞ്ഞേക്ക് കൊടല് മറിയെന്ന് പറഞ്ഞില്ലേ? ഏടും വലുതെന്ന് പറഞ്ഞിട്ട് എന്നാ കളിയെന്നാ കളിക്കുന്നത്? നീ ചെറിയ പിള്ളേരെ കേട്ടോ, അന്വേഷണക്കാട്ടും വലിയ ചെറിയ കളി കളിക്കുന്നത്. ആ എന്താ പറയുന്നത്? കെട്ടിക്കാൻ പ്രായം വരട്ടെ. പപ്സ് വേണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, നീയാ പറഞ്ഞേ പപ്സ് ഉണ്ടാക്കിത്താ കരഞ്ഞു. പപ്സ് വേണോണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, നീയല്ലേ കരഞ്ഞേ പപ്സ് വേണമെന്ന് പറഞ്ഞോണ്ട്. പോസല്ല, ആരാ പപ്സ് ഉണ്ടാക്കി തരാൻ പറയാൻ പറഞ്ഞേ? അത് ബേക്കൻ ക്രൈ ഫോർ മം. ഞാനല്ല. എങ്ങനെയുണ്ട് പപ്സ്? എങ്ങനെയുണ്ട്? കൊള്ളൂലേ? നന്നൂസ് കരച്ചില്ല? ജോസ് കണ്ണിലെന്തോ പോയി, അതുകൊണ്ടാണോ? ജോസുവിന്റെയോ പപ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയാ? ജിനോങ്കിൾ ആരേ? ജിനോങ്കിൾ എല്ലാരും ജിനോങ്കിൾ എന്ന് വിളിക്കുന്നത്. നിനക്ക് എന്റെ പേര് യു ഓൾവേസ് കോൾ മീ കുഞ്ഞു. കുഞ്ഞു നല്ല തീറ്റയല്ലേ, നല്ല ബോളിംഗ് ആണല്ലോ കുഞ്ഞു. ഇത് എത്രാമത്തെ? രണ്ടാമത്തെയോ മൂന്നാമത്തെയോ? എന്തായാലും ജോസു രണ്ടാമത്തെ, നീയോ ഒന്നാമത്തെയാ? നിനക്ക് ആദ്യം തന്നില്ലായിരുന്നു അവിടുന്ന് ഞാൻ? ആണോ? ഈട ഫിംഗർ ലിക്കിങ്ങാ? ഫിംഗർ ലിക്കിങ് ടേസ്റ്റ് ആണോ? ജോസു നീ വേണോ പപ്സ്? വേണോ ഇനി? ഏടന് വേണോ? എന്റെ ഒരു പപ്സ് ഇരിപ്പുണ്ട് അവിടെ. എന്റെ പപ്സ് ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് കൊഞ്ചി തീർന്നെങ്കിൽ അത് ആ പ്ലേറ്റിൽ എന്റെയാ. ഓ അത് വേണം നിനക്ക്? അന്വേഷണമാണോ? വേണേ ഒരു പീസ് കഴിച്ചു. ഒരു പീസ് കഴിച്ചു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ ബർത്ത്ഡേ പരിപാടികളാണ്. ഒരു സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുവന്നെ പറ്റിച്ചു. അപ്പൊ ഇവിടെ ബാത്ത് സ്വിമ്മിംഗ് പൂൾ ആക്കി. നോക്കിയോ? അന്നു സാർ, അന്നു നീക്ക്
ഞാൻ പോവാ. അത് വരുന്നുണ്ടോ? ഞാൻ പോവാ. 12 മണിയായി. കുഞ്ഞു വരുന്നുണ്ടോ? സിഡ്നിക്ക് വരുന്നുണ്ടോ? ഞാൻ പോവാ. ഞാൻ തിരിച്ചു പോട്ടെ? വരുന്നില്ല? ബാ എനിക്ക് ഞാൻ പോവാ. താഴെ വരുന്നുണ്ടോ? പാർക്കിങ്ങിനവിടെ വരുന്നുണ്ടോ? ഞാൻ പോട്ടെ? ഞാൻ പോട്ടെ? ഞാൻ പോട്ടെ? ഓ എത്തിയോ? എല്ലാം നിങ്ങൾ എത്തിയോ? ഈ വീട്ടിൽ പോയി പല്ല് വെച്ച് വരുവാ. ഇതന്നെ പരിപാടി. ന്യൂസ് $10 കരച്ചു. $10 ഓഫർ ചെയ്താൽ മതി നിർത്തിക്കോളും. ഡാഡാ പോട്ടെ? ഇത്രയും ആത്മാർത്ഥതയുള്ള പോട്ടെ? ബൈ. എന്നെ പോവാ. സിഡ്നി വെച്ച് കാണാം. ഏടാൻ കുഞ്ഞ് ബൈ. അങ്ങനെ 2 മണിക്കൂറത്തെ ഡ്രൈവിന് ഇറങ്ങിയതാണ്. 8 ദിവസം താമസിച്ചാണ് ക്യാൻബറയിൽ പോകുന്നത്. ഓൺ ദ വേ ടു സിഡ്നിയാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും.